ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിന്ന് നോക്കാം. നിങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇത്ര അധികം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നത്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ റീഡിംഗ് ഗൈഡ് ചെയ്ത യൂണിവേഴ്സിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഫയല്. ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂ ആണ് ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ വിശ്വാസം ഇല്ലായ്മ അനുഭവപ്പെട്ടിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഒരു അമിതമായ വിശകലനം നിങ്ങൾക്ക് ചിലപ്പം സംശയം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അമിതമായ വിശകലനം ചെയ്യുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം. ഒരു കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയുന്ന പ്രവണത കാണത്തില്ല. എല്ലാം അവരിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ നിങ്ങളായിരിക്കും എത്ര ചോദിച്ചിരുന്നാലും ഒന്നും ഓപ്പണായിട്ട് പറയത്തില്ല. നിങ്ങൾ ചോദിച്ച് ചിലപ്പോൾ പിറക്കി നടക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചോദിച്ച് പിറക്കി നടക്കേണ്ട അവസ്ഥ വരും. അപ്പം ഒന്നും ഓപ്പണായിട്ട് പറയുന്ന എല്ലാം നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻ്റെ എൻ്റെ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അവസ്ഥ എന്താണ് അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത രീതിയിൽ റിലേഷൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നുകൊണ്ടിരുന്നു. എന്തിനും ഏതിനും ഒരു ട്രസ്റ്റ് ഇഷ്യൂ. അപ്പം നിങ്ങളുടെ റിലേഷൻ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടാൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഒരു വിശ്വാസമില്ലായ്മയാണ് ആദ്യമായിട്ട് കാണുന്നത്. സ്നേഹം, കെയർ, അല്ലെങ്കിൽ തൻ്റെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ഒരു സാവധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ദഗതി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. റിലേഷൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള അതൊന്നും പിന്നീട് നിങ്ങളുടെ ലൈഫിൽ കണ്ടില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പിന്നീട് ഒരു കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് വന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഒരു സംശയത്തിൻ്റെ നിഴൽ വന്നുകൊണ്ടിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് കുറച്ച് സൗന്ദര്യം നിങ്ങളെക്കാൾ കൂടുതലായിരിക്കാം. രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സൗന്ദര്യം കൂടുതലുള്ള വ്യക്തിയെ ഒരുപാട് ഉത്കണ്ഠയോടുകൂടിയാണ് കണ്ടിരുന്നത്. ഓക്കെ, സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി തന്നെ കുറച്ച് അധികം പവറുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയെ മറ്റു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതിൽ ആർക്കാണ് സൗന്ദര്യവും പണവും കൂടുതലായിട്ടുള്ളത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ചെറിയ സംശയത്തോടു കൂടിയാണ് ആ വ്യക്തിയെ കണ്ടിരുന്നത്. ഓക്കെ, എന്നിൽ നിന്ന് വിട്ടു പോകുമോ, ഇത്രയും സൗന്ദര്യമുള്ള വ്യക്തിയെ പിറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് എന്നെക്കാൾ സൗന്ദര്യമുള്ള ആരെങ്കിലും അവർ നോക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഇത് റെസനേറ്റ് ആകുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഒരു സംശയത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അത് സൗന്ദര്യത്തിൻ്റെ തന്നെ ആകണമെന്നില്ല. ചിലപ്പം മറ്റെന്തെങ്കിലും റിലേഷൻ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ പൈസ ക്യാഷിൻ്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ തടസ്സം. നൈറ്റ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഷെയർ ചെയ്യാൻ മടി. നിങ്ങൾ ചോദിച്ച് കുറേ ഇരുന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ സ്വന്തം മനസ്സാലെ നിങ്ങളുടെ അടുത്തൊന്ന് ഓപ്പണായിട്ട് പറയാൻ അവർക്ക് പറ്റത്തില്ല. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 9, 12, 3, ലെറ്റർ വന്നിരിക്കുന്നത് T, C, K, P. ഓക്കെ, 9 മന്താണ് വന്നിരിക്കുന്നത്. വെർഗോ കന്നിമാസമാണ്. മറ്റ് ചില വ്യക്തികളുടെ ഇടയിൽ അവരെപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു ശീലം നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ട് പോയിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോയിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ വാച്ച് ചെയ്യും. എവിടെയാണ് പോയത്, എന്തിനാണ് പോയത്. ചിലപ്പോൾ നേരിട്ട് ചോദിക്കുമായിരിക്കും, ചിലപ്പം നേരിട്ടല്ല, ഒരു സംശയത്തോടു കൂടി പിറകെ അന്വേഷിച്ച് എവിടെയാ, എന്നോട് പറഞ്ഞിട്ടാണോ പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറയാതെ പോയി, അപ്പോൾ അവിടെ എന്താണ് സംഭവം. നിങ്ങളെ ഒന്ന് പിന്തുടരുന്ന സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ
പിന്തുടരുന്നു, എവിടെയാണ് പോയത്, എന്തിനാണ് പോയത് എന്നുള്ളത് അങ്ങോട്ട് ചോദിച്ച് ചെല്ലുന്നതൊന്നും നിങ്ങളുടെ പേഴ്സണ് ഒരു ഡിസ്റ്റർബായിരുന്നു, മൈൻഡ് ഡിസ്റ്റർബായിരുന്നു. എന്തിനാണ് എൻ്റെ പിറകെ ഞാൻ പോകുന്നിടത്ത് എല്ലായിടത്തും ഇങ്ങനെ ചോദിച്ച് പറഞ്ഞ് വരുന്നതിൻ്റെ കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പോകാനേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് എങ്ങും പോകാനോ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് വരാനോ ഒന്നും പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടായിരിക്കും. കാരണം ഇവിടെ മൈൻഡ് ഡിസ്റ്റർബാണ്, നിങ്ങളെപ്പോഴും അവരെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിൽ നിന്നും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാൻ കാരണം ഓവറായിട്ട് നിങ്ങൾ അവർക്ക് സ്പേസ് കൊടുക്കാതെ അവരെ പിന്തുടരുന്നു എന്നുള്ളത് ഉണ്ട്. ഇത് ആർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്നേഹവും കൊണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് കെയർ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും സംശയം നിങ്ങളുടെ ഉള്ളിൽ വന്നത് കൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നത്. റിലേഷൻ ഉണ്ടായിരുന്ന ആ ഒരു മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയം എപ്പോഴും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും പറഞ്ഞിട്ട് പോകുക, അങ്ങനെയുള്ളതൊക്കെ വന്നപ്പോഴത്തേക്ക് പരസ്പരം ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും വന്ന് അപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും ചെയ്യണമെന്നുള്ള മനസ്സിലാണ്ടായി. ഈ റിലേഷനിൽ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമില്ല, ഇതിൽ എപ്പോഴും സംശയവും ഒരു ഗ്രോത്ത് ഇല്ല ലൈഫിൽ എന്നുള്ള ചിന്ത പേഴ്സൻ്റെ മനസ്സിലുണ്ടാകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ പേഴ്സണ് മുന്നോട്ട് ഈ ലൈഫ് മുന്നോട്ടൊരു ഗ്രോത്തും കാണത്തില്ല, ഇതിൻ്റെ പിറകെ ഞാൻ വേസ്റ്റ് ചെയ്യുന്ന ടൈം മൊത്തം എനിക്ക് വെറുതെ ആയിപ്പോകും, അപ്പം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല എന്നുള്ള രീതിയിൽ ഈ റിലേഷനിൽ നിന്നും പതുക്കെ അവർ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു. ഒന്നും ചെയ്യത്തില്ലായിരുന്നു, നിങ്ങളായിരുന്നു പിന്നെ ആ ഒരു റിലേഷന് കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ മാത്രമായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത് റിലേഷനെ കുറിച്ച് ഒരു അറിവും കാര്യങ്ങളും ഇല്ല, ഒന്നും ചെയ്യാനും താല്പര്യമില്ലാത്ത രീതിയിൽ നിന്നു. പതുക്കെ മൂവ് ഓൺ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത്. എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, കാരണം എനിക്ക് ഇവിടെ നിന്ന് മടുത്തു. പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നതാണ്, നിങ്ങൾ അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നു, നിങ്ങൾ അവരുടെ ഫേസ്ബുക്കും മറ്റും സെർച്ച് ചെയ്യുന്നു. കാരണം ഇവിടെ പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അവരെ സെർച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ കൂടി പേഴ്സൺ പോകുന്നത് കൊണ്ട് ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല, ഇതിൽ നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്യണം എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ പതുക്കെ നിങ്ങൾ പോലും അറിയാതെ തന്നെ പതുക്കെ മറ്റാരുടെയെങ്കിലൊക്കെ സഹായത്തോടു കൂടി മൂവ് ഓൺ ചെയ്യുന്നു. മൂവ് ഓൺ ചെയ്തത് ഒരുപാട് സന്തോഷത്തോടു കൂടിയൊന്നും അല്ല, നിങ്ങൾ വേണമെന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സ്നേഹം കൊണ്ട് കാണിക്കുന്നത് മറുവശത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ഇവിടുന്ന് സ്നേഹമായിട്ട് ഒഴുകുന്നെങ്കിലും അവിടെ ചിലപ്പോൾ കത്തിയായിട്ടാണ് അവരുടെ ശരീരത്തിലേക്ക് കൊണ്ടുകയറുന്നത്. നിങ്ങൾ എന്നിട്ട് ചോദിക്കാൻ പറയും, ഇല്ല ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയായിരുന്നു, ഞാൻ എപ്പോഴും സമയം കൊടുക്കുമായിരുന്നു, എന്ത് കാര്യത്തിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴും ഫോൺ വിളിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും തിരക്കുമായിരുന്നു, അത് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും സ്നേഹമായിരിക്കും. പക്ഷേ ഈ എപ്പോഴും തിരക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെല്ലുന്ന അത് അവർക്ക് എപ്പോഴും ഇറിറ്റേഷനായി, എന്നെ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നത്, ഒരു കിളിയെ കയ്യിൽ ഇങ്ങനെ ഞെരിച്ച് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് അവർ അതിൽ നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. ഇത് നെഗറ്റീവായിട്ടുള്ളതാണ് വരുന്നത്. കാരണം എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പോയത് എന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിൽ നിന്ന് പോകത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങളിൽ റിലേഷൻഷിപ്പിലുണ്ടായ ചില നെഗറ്റീവ് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായ നെഗറ്റീവ് ഫീലിങ്സ് ആണ്. നിങ്ങൾ നെഗറ്റീവ് ചെയ്തു എന്നല്ല, നിങ്ങൾ ചെയ്തത് പോസിറ്റീവായിരിക്കും, പക്ഷേ പേഴ്സണ് ഫീൽ ചെയ്തത് നെഗറ്റീവായിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 11. ഓക്കെ, ലെറ്റർ വന്നിരിക്കുന്നത് ASNWM. ജൂൺ മന്താണ് വന്നിരിക്കുന്നത്. അക്യൂറസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ രണ്ടു പേർക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. വെല്ലുവിളികളും ചില ശാഠ്യങ്ങളും വൈരാഗ്യ ബുദ്ധികളും ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അടുത്തത്, നിങ്ങൾക്ക് എത്ര സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നാലും നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പരാതി ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഇതുപോലെ നെഞ്ചോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നഷ്ടങ്ങളാണ്. എനിക്ക് അതില്ല, ഇതില്ല, നിങ്ങൾ എന്നോട് അത് കാണിച്ചില്ല, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളിലേക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വന്നിരുന്നത്. ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ യാതൊരു വാല്യൂവും കൊടുക്കാതെയും
പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല, പേഴ്സൺ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പേഴ്സൺ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരുന്ന സമയത്തും ഒരുപാട് വാല്യൂ നിങ്ങൾക്ക് തരുന്ന സമയത്തും നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഈ സ്നേഹമൊന്നും ഞാൻ അറിയുന്നില്ല, എനിക്ക് സ്നേഹമൊന്നും തരുന്നില്ല, എൻ്റെ പേഴ്സൺ എനിക്ക് സ്നേഹമൊന്നും തരുന്നില്ല, ഞാനാണ് സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നത്, എനിക്ക് ഒട്ടും സ്നേഹം തരുന്നില്ല എന്നാണ് നിങ്ങൾ പേഴ്സണോട് പരാതി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പേഴ്സൺ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സംസാരങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും നിങ്ങൾ ഇല്ല, എന്നോട് സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് പറയുന്നത് കാരണം നിങ്ങളുടെ പേഴ്സണ് അതീവമായിട്ടുള്ള വിഷമങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ഒരു ബാലൻസിങ്ങിൽ, റിലേഷൻഷിപ്പ് ഒരു ബാലൻസിങ്ങിൽ പോകുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. ഒരു വിധത്തിലും അത് നേരെ കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം എന്നും ആ ഒരു വിഷമങ്ങളായിരുന്നു അവർക്ക് നേരിട്ടുകൊണ്ടിരുന്നത്. എത്രയൊക്കെ സ്നേഹിച്ചിരുന്നാലും നിങ്ങൾ നഷ്ടം ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം, അല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു നിങ്ങളുടെ സംസാരം. അത് അവരെ ഡെയിലി ആ ഒരു റിലേഷന് ഇളക്കം തട്ടുന്നതിന് കാരണമാക്കി. എത്ര കൊടുത്തായിരുന്നാലും പരാതി മാത്രമാണ് ഞാൻ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു സംസാരം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അതായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 18 ആണ്. 5 വന്നിട്ടുണ്ട്, 18 5. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് പി വന്നിട്ടുണ്ട്, TM. ഓക്കെ, സി വന്നിട്ടുണ്ട്, എ വന്നിട്ടുണ്ട്. ഓക്കെ, പൈസീസ് ആണ് വന്നിരിക്കുന്നത്, മീനം രാശി. ഓക്കെ, മറ്റുള്ളവരിൽ ഒരു അധികമായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് ആദ്യമേ വന്നത്. ഒരുപാട് സ്വാധീനം, നിങ്ങൾക്ക് ഒരുപാട് അവകാശം നിങ്ങളുടെ പേഴ്സണിൽ കാണിച്ചു. അവകാശങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായങ്ങളായിരിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ഉത്കണ്ഠയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ അനുഭവമായിട്ടുണ്ടായിരുന്നത്. ഏത് സമയത്തും എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച്, ഈ റിലേഷൻ എന്താകുമോ, നിൽക്കുമോ, അതോ ഇത് പോകുമോ എന്നുള്ള രീതിയിൽ എപ്പോഴും മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സ്നേഹം കുറഞ്ഞ് അവസാനം പൂർണ്ണമായും ഇതിനെ ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് സമാധാനമില്ലായ്മ അനുഭവപ്പെട്ടു. ഈ റിലേഷനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും, സ്നേഹവും കുളിരും കാര്യങ്ങളൊന്നും പിന്നീടില്ലായിരുന്നു. ഓർക്കുമ്പോഴെല്ലാം വിഷമങ്ങളും, എനിക്ക് വയ്യ, ഇനി എന്തൊക്കെ കേൾക്കണം, എന്തെല്ലാം കേൾക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള സ്നേഹങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു പക്ഷേ ഇതിന് മുന്നേ ആരെങ്കിലും ഉണ്ടായിരുന്നായിരിക്കാം, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ റിലേഷൻഷിപ്പ് നഷ്ടമായ സമയത്തായിരിക്കാം നിങ്ങളെ തേടിയെത്തിയത്. ഓക്കെ, ആ ഒരു മാനസിക വിഷമങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇമോഷണൽ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ സമയത്തായിരിക്കും നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരികയും ആ വിഷമങ്ങൾ പങ്കുവെക്കുന്നതിന്, ആശ്വാസം കാണുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളെന്നുള്ള ആളിനെ യൂസ് ചെയ്തു. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ, അവർക്ക് ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്ന് അവർക്ക് നീതി ലഭിച്ചതിന് ശേഷം, അവർക്ക് ആ ഒരു ഇമോഷൻ സപ്പോർട്ട് എല്ലാം കഴിഞ്ഞു, അവരുടെ ജീവിതത്തിൽ അതെല്ലാം നേരെയായി, അവരുടെ പേഴ്സൺ എല്ലാം തിരിച്ചു വന്ന് അവരുടെ ഫാമിലി സന്തോഷമായി തുടങ്ങിയ സമയത്ത് നിങ്ങളിൽ നിന്ന് അവർ അകന്നു പോയി. അപ്പം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു എന്നവർ ചിന്തിച്ചു. അങ്ങനെ പോയ വ്യക്തികളുമുണ്ട്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികൾ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ പേഴ്സൺ, മറ്റേതെങ്കിലും പേഴ്സൺ അവരുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലം ഉണ്ടായി വന്നിരുന്ന സമയത്ത് നിങ്ങളെ പെട്ടെന്ന് കണ്ടുമുട്ടുകയും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം അവരുടെ റിലേഷൻ ശരിയായി വന്നപ്പോഴത്തേക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് അവർ അവരുടെ ലൈഫിലേക്ക്, അവരുടെ പേഴ്സണിലേക്ക് തിരിച്ചു പോയി. അപ്പം നിങ്ങളൊരു താൽക്കാലികമായിട്ട് ഒന്ന് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഇത് റെസനേറ്റ് ആകുന്ന വ്യക്തികളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. സ്കോർപിയോ 20 വന്നിട്ടുണ്ട്, 2 ഫെബ്രുവരി മാസം വന്നിട്ടുണ്ട്, 5 മെയ് മാസം വന്നിട്ടുണ്ട്,
നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കുറേ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് നിങ്ങൾക്കത് ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പം പഴയ ലൈഫിൽ നിന്ന്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ചില വ്യക്തികളെക്കുറിച്ചുള്ള ചിന്തകളും സംസാരങ്ങളും നിങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പഴയ എക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ഒക്കെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഇമോഷനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ നിങ്ങൾ തങ്ങളിലുള്ള നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ചില വ്യക്തികളുടെ സ്വഭാവം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലോ ഒരു പ്രത്യേക വ്യക്തിയിലോ, കാരണം സ്കോർപിയോ അങ്ങനെയാണ്, ഒരു പ്രത്യേക വ്യക്തിയിൽ നിങ്ങൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ ആയിരിക്കും. അപ്പോൾ ആ വ്യക്തിനെ എപ്പോഴും ഫോളോ ചെയ്ത് നിൽക്കുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് വിട്ടു പോകുന്നതിന് കാരണമായിട്ടുണ്ട്. സ്കോർപിയോ അറിയാലോ, സ്കോർപിയോ വൃശ്ചികം രാശിയാണ്. അപ്പം ഞാനത് പറയുമ്പോൾ അവരവരുടെ രാശിയെക്കുറിച്ച്, നിങ്ങൾ സോഡിയക് സൈൻ ഏതാണെന്ന് ഞാനിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ആ വീഡിയോ കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ ലൈഫിൽ മറ്റ് വ്യക്തികൾ, ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കും, നിങ്ങൾ അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടുപേർക്കും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ വിവാഹം കഴിച്ച വ്യക്തികളാണെങ്കിൽ അവിടുത്തെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾക്കോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നിങ്ങൾക്ക് പ്രാധാന്യം തരാതെയും ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ വാക്കിനോ അവരോടുള്ള ശ്രദ്ധയോ ഒന്നും അധികമായിട്ടില്ല, അവർക്ക് യാതൊരു വാല്യൂവും ആ വീട്ടിലില്ല എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളും കൂടുതൽ രൂക്ഷമാകുകയും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിന് കാരണമാകുകയും ചെയ്തു. നിങ്ങളുടെ പേഴ്സണെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ വീട്ടിലാണ് അല്ലെങ്കിൽ ജോലിയിലാണ്, ആ ഒരു ജോലി കാര്യത്തിലോട്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധ കൂടുതൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോട്, മറ്റു വ്യക്തികളോടാണ് നിങ്ങൾക്ക് ശ്രദ്ധ കൂടുതൽ. എന്നെ പരിഗണിക്കുന്നില്ല, എന്നിലോട്ട് ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഈ വീട്ടിലൊന്നുമല്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഡിപ്രഷനിൽ പോകുകയും ഒരുപാട് പെയിൻ, അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഫാമിലിയിൽ, അവരുടെ കുടുംബത്തിൽ പോലും അധികം സ്നേഹവും കാര്യങ്ങളൊന്നും ലഭിച്ച് സഹോദരങ്ങളൊക്കെ ആയിട്ട് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഒറ്റ മക്കളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിക്ക് ഒരേ ഒരു കൊച്ചായിരിക്കും ഉള്ളത്. അപ്പം മറ്റുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന രീതിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഒറ്റയ്ക്കുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ലഭിച്ച് അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും സ്നേഹവും കാര്യങ്ങളും വാല്യൂ ഒക്കെ കൊടുത്ത് ജീവിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇവർ വിചാരിക്കും അവർക്ക് കിട്ടുന്നില്ല, അവരുടേതായ വ്യക്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള വാല്യൂവും കാര്യങ്ങളും കൊടുക്കുന്നില്ല, നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ഫ്രണ്ട്സുകൾക്കും മറ്റ് ആൾക്കാർക്കും കൊടുക്കുന്നു, നിങ്ങളിൽ നിന്ന് അധികം ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ട് ചില സമയത്ത് നിങ്ങളുടെ രീതിയിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുകയും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഡിപ്രഷനിലും കരച്ചിലും ബഹളങ്ങളിലൊക്കെ പോകുകയും ചെയ്തിരുന്നു. ഓക്കെ, അവർ സ്വയം ഐസൊലേഷൻ ആവുകയും നിങ്ങളിൽ നിന്ന് പതുക്കെ മാറി നിങ്ങൾ അവരൊരിക്കലും സ്നേഹിക്കുന്നില്ല, അവരെ ഒറ്റപ്പെടുത്തുന്നു, നിങ്ങൾക്കൊരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ചിന്തയിലേക്ക് പോയി തിരിയുകയും അത് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഉറച്ച് വിശ്വസിച്ച് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ഒറ്റപ്പെട്ടു പോകാൻ തന്നെ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ച് പോയതാണ്. അപ്പം നിങ്ങളെ തേർഡ് പാർട്ടിയുടെ കൂടെ ആക്കിയിട്ട്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി പേഴ്സണെ കഴിയും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികൾക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കായിരിക്കും, നിങ്ങളുടെ ജോലിക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, എന്നാൽ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്കൊരു വാല്യൂവും ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയതായിരിക്കും. നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരുന്ന വ്യക്തിയായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നാൽ തന്നെ അത് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ദേഷ്യപ്പെടുന്ന അവസ്ഥയിൽ കൂടിയായിരിക്കും അവർ പോകുന്നത്. അവരെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ താമസം പിടിക്കും. ഏരീസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 3 മാർച്ച് മാസമാണ്. ഓക്കെ, ലെറ്റർ വന്നിരിക്കുന്നത് എൻ വന്നിട്ടുണ്ട്, W വന്നിട്ടുണ്ട്, A വന്നിട്ടുണ്ട്, T.
ഓക്കെ, BIC 15 വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, ജൂൺ മാസം. മറ്റു ചില വ്യക്തികൾ അവർക്ക് ഇപ്പം സമയം അത്ര ശരിയല്ല, സമയം നേരെയാവുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നേരെയാകും. ഇപ്പം എത്രയൊക്കെ നേരെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നാലും അത് കൂടുതൽ വഷളായി പോകുന്നതേ ഉള്ളൂ. എത്രയൊക്കെ നിങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നാലും അത് വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കാം. എന്നിട്ട് അവർ നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ അവർ ചില ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതെല്ലാം അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഒരു സന്തോഷത്തോടെ, ഒരു വിജയത്തോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചു കൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ ഒന്നും പറയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത വ്യക്തികളായിരിക്കും. നിങ്ങളുടെ ഇടയിൽ മറ്റൊരു കാര്യങ്ങളും കാണത്തില്ല, പക്ഷേ പെട്ടെന്ന് അവർക്ക് സമയം ശരിയല്ല, നമ്മുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം നേരെയാക്കി കൊണ്ടുപോകാൻ നോക്കിയിരുന്നാലും അത് അവസാനം പ്രശ്നങ്ങളിലേക്കാണ് വരുന്നത്. ഒരു പൂർണ്ണത എത്തുന്നില്ല. അപ്പോൾ പൂർണ്ണത എത്തുന്നതിന് വേണ്ടിയിട്ട്, റിലേഷനിൽ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അകലം, ഒരു ഗ്യാപ്പ് നമ്മളുടെ ഇടയിൽ എടുക്കാം എന്ന് വിചാരിച്ച് നിങ്ങളെ പേഴ്സണും തങ്ങളിലും മാറി നിൽക്കുന്നതായിരിക്കാം. അനുകൂലമായ സാഹചര്യം വരുന്നതിന് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 6, 20, 21, 3. ഓക്കെ, വന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് L വന്നിട്ടുണ്ട്, CQW. ഓക്കെ, ലിയോ ആണ് വന്നിരിക്കുന്നത്, ചിങ്ങമാസം. അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാനുണ്ടായ കാരണങ്ങൾ. ഇത് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള കാരണങ്ങളായിരിക്കും. ഈ കാരണങ്ങൾ നിലനിന്ന് പോകവേ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം രൂക്ഷമായി മാറുകയും പതുക്കെ മാനസികമായിട്ടുള്ള അകൽച്ച കൊണ്ടുവരികയും ചെയ്തതായിരിക്കാം. ഓക്കെ, അപ്പം മിണ്ടാതിരുന്ന് പതുക്കെ ഒരു ദിവസം, ആഴ്ചകൾ, മാസങ്ങൾ അങ്ങനെയായി അവസാനം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു പോയതായിരിക്കാം. ആദ്യമേ ഒരു ചെറിയ മാറ്റമായിരിക്കും അവർ വിചാരിച്ചിരുന്നത്, പക്ഷേ എന്തുകൊണ്ടോ റിലേഷൻ പിന്നീട് സമയം അനുകൂലമല്ലാത്തതുകൊണ്ട് ഒരുപാട് അകൽച്ച നിങ്ങളുടെ ഇടയിലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, എന്താണ് പേഴ്സൺ വിട്ടുപോയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ഓക്കെ, പേഴ്സൺ എന്തുകൊണ്ടാണ് ഈ റിലേഷൻ വിട്ടുപോയത്. അപ്പോൾ അത് നിങ്ങൾക്കും കാണുമല്ലോ, നിങ്ങൾ പേഴ്സൺ പറഞ്ഞതുപോലെ നിങ്ങൾക്കും കാണും എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പറയാനുള്ള കാരണങ്ങൾ ഇതാണ്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ പറയുന്ന കാരണങ്ങൾ, നിങ്ങൾക്ക് തരാനുള്ള സ്നേഹങ്ങൾ മറ്റെവിടെയൊക്കെയോ പോകുകയായിരുന്നു. നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല. ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന കപ്പാണ്. ഈ ഒരു സ്ത്രീയുടെ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്ന കപ്പാണ്. നിങ്ങളെ സ്നേഹിക്കാതെ മറ്റാർക്കൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ സ്നേഹവും സമയവും ഒക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ റിലേഷൻ നഷ്ടപ്പെടാൻ കാരണം. നമ്മളുടെ ഇടയിൽ മൂന്നാമതൊരാൾ വന്നിരുന്നു. 1, 2, 3. ഈ 3 പേരുടെ ഇടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. 3 പേര് വന്നത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് സമയവും സ്നേഹവും തരാതിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അതാണ് നമ്മുടെ റിലേഷനുണ്ടായ പ്രശ്നങ്ങൾ. എൻ്റെ പേഴ്സൻ്റെ പണത്തിനോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സൻ്റെ സമയത്തിനോ സ്നേഹത്തിനോ വേണ്ടി മറ്റൊരു വ്യക്തി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഇതാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാകാനുള്ള കാരണമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 6, 4. ഓക്കെ, ജൂൺ, ഏപ്രിൽ, ടോറസ് ആണ് വന്നിരിക്കുന്നത്, ഇടവൻ രാശി. ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ CTP. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ്. അടുത്ത് നമുക്ക് നോക്കാം. സമയം അനുകൂലമല്ല. നിങ്ങൾ പറയണേ ചില സമയദോഷം കൊണ്ടാണ് എൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്തിനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഭയങ്കര ദേഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിധത്തിൽ എന്ത് പറഞ്ഞിരുന്നാലും മനസ്സിലാവാത്ത രീതിയിൽ, ഒരു സഹകരണ സ്നേഹമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ, ഒരു സപ്പോർട്ടില്ല, ഒരു മാനസിക സപ്പോർട്ടില്ല. എന്തെങ്കിലും കാര്യത്തിന് വരും മിണ്ടും പോകും എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരുന്നില്ല. എന്തിനും ഏതിനും നിങ്ങളായിരുന്നു അങ്ങോട്ട് ചെന്നിരുന്നത്. നിങ്ങളൊരു ദാസി അല്ലെങ്കിൽ ഒരു ദാസനെ പോലെ നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ നടന്നിരുന്നു. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു രാജാവിനെ പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിരുന്നു.
അപ്പം ഒരു സമയം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ പേഴ്സൺ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇതിപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്നിൽ നിന്ന് അകന്നു പോകുന്നത്, അല്ലെങ്കിൽ ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തയാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണ്. 4 വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം. ഒക്ടോബർ വന്നിട്ടുണ്ട്. ജൂപ്പിറ്റർ ആണ് ഇവിടെ വന്നിരിക്കുന്ന പ്ലാനറ്റ്. മറ്റു ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കർമ്മയായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തതിൻ്റെ ഫലമായിരിക്കും എനിക്കിപ്പോൾ ഇങ്ങനെ വിഷമിക്കേണ്ടി വരുന്നതെന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതാരാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. മറ്റു ചില വ്യക്തികൾ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് പണത്തിനാണ്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, അല്ലാതെ ഇമോഷനോ നിങ്ങൾ കൊടുക്കുന്ന ഇമോഷനോ കാര്യങ്ങൾക്കോ അല്ല. നിങ്ങളുടെ സ്നേഹത്തിനൊന്നും അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഇതുപോലെ പണത്തിന് വേണ്ടിയിട്ട്, മറ്റ് സാധനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്. നിങ്ങളിലേക്ക് വന്നത് തന്നെ അതിനായിരിക്കും എന്നൊക്കെ നിങ്ങളുടെ ചിന്ത അതാണ്. ഓക്കെ, അപ്പം അതിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഈ ഒരു റിലേഷനിൽ പ്രശ്നങ്ങൾ വരികയും നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ പണത്തെ ആയിരിക്കാം എന്നുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ചിന്ത തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ നേരെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലായിരിക്കാം എൻ്റെ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കൂടെ വന്നിട്ടുള്ളത്, ഞാനുമായിട്ടൊരു റിലേഷൻ കൊണ്ടുവന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, എന്നെ ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും വേണ്ടിയിട്ടായിരിക്കാം എന്നിലേക്ക് അടുത്ത് വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ആവർത്തിച്ച് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത് 2 ഫെബ്രുവരി മാസം 8 വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാൻസർ ആണ്. ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് കർക്കിടക മാസമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കൂടുതലും സംശയങ്ങളാണ് ഉള്ളത്. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ നല്ല സ്നേഹമായിരിക്കും, പക്ഷേ ഒരു നല്ല സ്നേഹം പേഴ്സണുമായിട്ട് കാണുമെങ്കിലും പെട്ടെന്ന് പേഴ്സൺ വന്നില്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഇമോഷൻ ആകുകയും ചെയ്യും. പേഴ്സൻ്റെ മെസ്സേജോ കോളോ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം നെഗറ്റീവായിട്ട് ചിന്തിക്കുവാനും, എത്രത്തോളം പോസിറ്റീവ് ചിന്തിച്ചോ അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കും. ഓക്കെ, കർക്കിടക രാശിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് C വന്നിട്ടുണ്ട്, P വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നുള്ള പരാതിയും ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ജോലിക്കാര്യത്തിലും മറ്റു വ്യക്തികളെയും ശ്രദ്ധിച്ചിരുന്നു, നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള സമയം നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു നിങ്ങളുടെ പരാതി. ഒരുപക്ഷെ സമയം കൂടുതലും ജോലിയിൽ ആകുന്നത് കൊണ്ടായിരിക്കാം. സ്ഥാനമാനങ്ങളോട് ഒരുപാട് ആഗ്രഹം പുലർത്തിയിരുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടായിരിക്കാം സ്ഥാനത്തെയും മാനത്തെയും അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സമയം തരാതെ ഇരുന്നത്. ചില രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയിൽ വന്നത്. ഈ രാജാവ് ആ രാജാവിൻ്റെ സ്ഥാനമാനങ്ങളിലേക്ക് മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. ഒരിക്കലും പേഴ്സണുമായിട്ടുള്ള ഒരു ബാലൻസിങ്ങിനെ കുറിച്ചോ കാര്യങ്ങളോ ചിന്തിച്ചിട്ടില്ല. ഒരുമിച്ച് ഉണ്ട് എങ്കിൽ പോലും അതിന് അത്രേതായിട്ടുള്ള വാല്യൂം കാര്യങ്ങളും തരുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കുന്നത് പോലെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒറ്റയ്ക്ക് വളർന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവർ കൂടുതലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വിവാഹം കഴിച്ച് വന്ന വ്യക്തികളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച് വന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്നേഹം പങ്കുവെച്ച് പോകുന്നു, വീട്ടുകാരുമായിട്ട് ഒരുപാട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല എന്നുള്ള കാരണങ്ങൾ അവരെ ഒരുപാട് വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾക്ക് അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. ഏത് സമയവും പേഴ്സണെ തന്നെ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സൺ എങ്ങോട്ടാണ് തിരിയുന്നത്, അതെല്ലാം അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവരെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. ചില രഹസ്യ സ്വഭാവങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വെച്ച്
വെച്ചിരുന്നു, അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, അതാണ് ഈ റിലേഷൻ നശിച്ചു പോകുന്നതിന് കാരണമെന്ന് നിങ്ങൾ ചിലർ വിശ്വസിക്കുന്നു. ഓക്കെ, മറ്റ് ചിലത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റികളോ അല്ലെങ്കിൽ ഓരോരോ നല്ല കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. അതിനെ ചൊല്ലി നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളൊന്നും അവർ ഷെയർ ചെയ്യുന്നില്ല. ചിലപ്പോൾ പണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് ആ ഒരു ഒളിച്ചു വെക്കൽ, ജീവിതത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ, കുടുംബത്തിൽ നടക്കുന്നതായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ, അതൊക്കെ നിങ്ങളിൽ നിന്ന് ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല, നിങ്ങൾക്ക് കോൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സമയം തരുന്നില്ല, അതിനൊക്കെ താമസം അനുഭവപ്പെടുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്നത് എർത്താണ്. എർത്ത് വളരെ സ്ലോലി മൂവ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം എർത്തിനെ പോലെ ഏറ്റവും സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് റിലേഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. മെസ്സേജ് അയച്ചാലും അതിന് റിപ്ലൈ തരണമെങ്കിൽ ഒരു ദിവസം മുഴുവനും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ഒന്ന് കോൾ തിരിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം മെസ്സേജ്, കോള് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. മറ്റു ചില വ്യക്തികൾക്ക് വിചാരിക്കുന്നു, എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, എനിക്ക് സാമ്പത്തികം കുറവായതുകൊണ്ടാണ് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് നിൽക്കാത്തത് അല്ലെങ്കിൽ എന്നിലേക്ക് വരാത്തത്. ഞാൻ സാമ്പത്തികമായി സ്ട്രെങ്ത് എടുത്തെങ്കിൽ, എനിക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേഴ്സൺ എന്നിൽ തന്നെ നിന്നാന്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുള്ളത് കൊണ്ടായിരിക്കാം പൈസയുള്ള വ്യക്തികളെ തിരക്കി എൻ്റെ പേഴ്സൺ പോയത് എന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്. മറ്റു ചില വ്യക്തികൾ സമയം അനുകൂലമല്ല, അനുകൂലമായ സാഹചര്യം വരുന്ന സമയത്ത് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരും. ഈ ഒരു സമയം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ട് എൻ്റെ പേഴ്സൺ സമയം അനുകൂലമായി വരുമ്പോൾ എന്നിലേക്ക് വരും. അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമായിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പോലും എനിക്കറിയാൻ വയ്യ. ഞാൻ ചിന്തിക്കുന്നത് സമയം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണെ തട്ടിക്കൊണ്ടു പോകുന്നതിന് ഒരു മായാവി പിറകെ ഉണ്ട്. ആ മായാവിയുടെ മായാലീലകളും അല്ലെങ്കിൽ അവരുടെ അഫർമേഷനും അവരുടെ പൂജാവിധികളും ഒക്കെയാണ് അവരാണ് എൻ്റെ പേഴ്സണെ കടത്തിക്കൊണ്ട് പോയത്. എന്തോ മാന്ത്രികങ്ങളൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ ഒരു മന്ത്രങ്ങളൊക്കെ നടത്തിയിട്ടാണ് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് പോയതെന്ന് ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ട്. മറ്റു ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ട്, എനിക്ക് വന്നത് ജഡ്ജ്മെൻ്റ് ആണ്, എൻ്റെ ലൈഫിൽ ഞാനിത് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ ചെയ്ത തെറ്റിനും കുറ്റത്തിനുമാണ് ഞാൻ ഈ ഒരു പെയിൻ അനുഭവിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. റെസനേറ്റ് ആകുന്നവർ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന്. ഇത് എല്ലാവർക്കും വരുന്ന റീഡിംഗ് അല്ല, ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്തായിരിക്കും നിങ്ങൾക്കിത് കറക്റ്റായിട്ട് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ന്, നാളെ കണ്ടു കഴിഞ്ഞാൽ നാളെ, ഇത് ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയം മുതലായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത്, മറ്റ് രണ്ട് കാര്യങ്ങൾ വേറെ ആൾക്കാർക്കായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ്, എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്നത്? പേഴ്സൺ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കയ്യിലെടുക്കാൻ പോലും വയ്യാത്ത കാർഡ്, എൻ്റെ ഫസ്റ്റ് കാർഡാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. മതി, താങ്ക് യു. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തരുന്ന മെസ്സേജാണിത്. മൈ ഡാർലിംഗ്, സമയം അനുകൂലമാകുന്നത് വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ സമയം അനുകൂലമാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് സന്തോഷമായിട്ടിരിക്കുക, നിങ്ങൾ പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ സമയം എത്രയും പെട്ടെന്ന് അനുകൂലമായി തീരുന്നതിന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാക്കണം. നമുക്ക് നോക്കാം, എൻ്റെ ഭാഗത്താണോ തെറ്റ്, നിൻ്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം.
എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, ജഡ്ജിമെൻ്റ് ആണ്. അപ്പം തെറ്റുകുറ്റങ്ങൾ, അപ്പം നിങ്ങളുടെ പേഴ്സൺ പറയുന്നു നിങ്ങളുടെ പേഴ്സണാണ് ശരി, നിങ്ങൾ പറയുന്നു നിങ്ങളാണ് ശരി. അപ്പം നിങ്ങളുടെ പേഴ്സൺ തരുന്ന മെസ്സേജ് ഇതാണ്, ജഡ്ജിമെൻ്റ് വരട്ടെ, വിധി വരട്ടെ, ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും, നിങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളവർ. ഓക്കെ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലത്തിൽ കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഇത്. ആരുടെ ഭാഗത്താണ് വിധി വരുന്നതെന്ന് നോക്കട്ടെ, സത്യം ആരുടെ ഭാഗത്താണെന്ന് അറിയട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നത്. മറ്റ് ചില വ്യക്തികൾ നിങ്ങളുമായിട്ടൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, ചിലവർ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, വിവാഹം നിങ്ങളുമായിട്ട് നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ നിങ്ങളുമായിട്ടൊരു ഡേറ്റിങ്ങിന് വേണ്ടി പോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റു ചില വ്യക്തികൾ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം പോട്ടെ, നമുക്ക് പോയതെല്ലാം പോട്ടെ, ഇനി നമുക്ക് പുതുതായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ അന്ധകാരങ്ങളും മാറി നമ്മുടെ ജീവിതം ഏറ്റവും ബെറ്ററായി മാറട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ വിചാരിക്കുന്നു, നീ ഇപ്പോൾ ഭയങ്കര സ്റ്റാർ ആയിട്ടുണ്ടല്ലോ, നീ ഇപ്പോൾ ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട്, ഇപ്പം നിനക്ക് ഒരുപാട് വ്യക്തികൾ, നിനക്ക് എന്തുവാ ആരാധകരൊക്കെ നിനക്ക് ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. ഒരു സ്റ്റാറിനെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ഓർക്കാറുണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയാണ്, ഇതുവരെയും ഞാൻ നിനക്ക് വേണ്ടത്ര പരിഗണന തന്നിട്ടില്ലെങ്കിൽ ഇനി അതെല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരണം. നീ ഒറ്റയ്ക്കായിരുന്നു ഈ റിലേഷന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടതെങ്കിൽ അതെല്ലാം മതിയാക്കി ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ബാലൻസിങ്ങിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ പറയുന്നുണ്ട്, 3 ഓഫ് പെൻഡിക്കിളാണ്. ഇത് നമുക്ക് മറ്റ് ആൾക്കാരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ ആ റിലേഷനെ മറ്റ് വ്യക്തികളുമായിട്ട് ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിക്കാം. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്തായാലും സ്ട്രെങ്ത് ഇല്ല, എനിക്ക് നിന്നെ ഫേസ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല, ഞാൻ മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, ഞാൻ ഏറ്റവും സ്ട്രെങ്ത് എടുത്തതിന് ശേഷം ഞാൻ നിന്നെ വന്ന് കാണാം, ഇപ്പം എനിക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യവുമില്ല, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ആ ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സ്ട്രെങ്ത് എടുത്താൽ ഉടനെ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദ ഹെയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. മറ്റ് ചില വ്യക്തികൾ കോടതിയോ മറ്റോ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നെന്ന് അറിയത്തില്ല, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. നിങ്ങളുടെ പേഴ്സൺ കോടതിയോ മറ്റോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ മറ്റേ ലൈഫിനെ കുറിച്ച് എന്താണ്, ഈ റിലേഷൻ മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് ജ്യോതിഷന്മാരോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അഡ്വക്കേറ്റിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നു. അഡ്വക്കേറ്റിനെ കാണാൻ ഞാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുവാൻ പോകുന്നുണ്ട് എന്നുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. ഏറ്റവും നല്ല റീഡിങ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നു എങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ തന്നെ അയക്കുക. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് അർപ്പിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ പറയുന്നത് ടെലിപ്പതിയായിട്ട്, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടെലിപ്പതിയായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ അറിയുന്നില്ലായിരിക്കും ഈ സെയിം റീഡിങ് നിങ്ങളുടെ പേഴ്സണും കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ ഒരു ഫീൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും കാണുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരേ റീഡിങ് തന്നെ നിങ്ങളുടെ പേഴ്സണും കാണുന്നതായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഷെയർ ചെയ്ത് എന്നെ സഹായിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ചേർന്ന് വരുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ, എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് മെസ്സേജ് അയയ്ക്കുക.
അല്ലാതെ റിക്വസ്റ്റ് അല്ല, മെസ്സേജ് അയക്കുകയാണെങ്കിൽ മാത്രമേ എനിക്കത് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ കുറച്ച് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു, കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. നിങ്ങൾ റിപ്ലൈ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. റിപ്ലൈ കണ്ടതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം 2-3 വ്യക്തികൾക്ക് ഞാൻ അതിൻ്റെ ഇത് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പേർക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ എനിക്ക് റിക്വസ്റ്റ് അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയച്ചെങ്കിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഫേസ്ബുക്ക് ഇല്ല, മെസ്സഞ്ചറാണ്. അപ്പം മെസ്സഞ്ചർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.